നമസ്കാരം, എന്റെ പേര് സനീഷ്. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ BMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. നാട്ടിൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഡിപ്ലോമയ്ക്ക് ശേഷം ഞാൻ ഇപ്പോൾ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുൻ സ്ഥാപനമായിരുന്ന വിശ്വസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ പോകാനിടയായത്. എന്നെ പോലെയൊക്കെയുള്ളവരുടെ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു സീഡ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൽ നിന്നായിരുന്നു. വളരെ ചിട്ടയായ ഒരു സമീപനം ടോം സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അതേപോലെ we will all say like he will hand hold every student. അങ്ങനെ ഹാൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ AMI വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് പാസ്സായി. പിന്നെ അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MTech ചെയ്തു. അതിനുശേഷം ഇവിടെ ബാംഗ്ലൂരിൽ വന്നു. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സാധ്യതകൾ എനിക്ക് തുറന്നു തന്നത് ഒരുപക്ഷെ ആ വിശ്വശ്രീയുടെ ഒരു ട്രെയിനിങ് ആണ്. ഇപ്പോഴും എൻ്റെ അധ്യാപക ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഇംപ്ലിമെന്റേഷൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ വളരെ വളരെ സ്വാധീനം ചെലുത്തിയ ടോം സാറിനെ പോലെയുള്ള അധ്യാപകരുടെ ഒരു മികവായിരുന്നു എന്നാണ് എനിക്ക് പറയാം. ഞാനിപ്പോൾ സംസാരിക്കുമ്പം ഞാൻ എൻ്റെ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ശരിക്കും ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ നമ്മളുടെ സ്റ്റുഡൻസുമായിട്ടൊക്കെ ഒത്തിരി ഇടപെടുന്നുണ്ട്. അപ്പം അവർക്ക് ഗൈഡൻസ് കൊടുക്കണം, അവരെ മെന്റർ ചെയ്യണം. ഈ ഒരു ജനറേഷനിലെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് നമ്മൾ എൻഗേജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പം ആ ഒരു എൻഗേജ്മെന്റിന്റെ ഒക്കെ ഒരു ബാലപാഠങ്ങൾ എനിക്ക് കിട്ടിയിരുന്നത് ടോം സാറിന്റെ കയ്യിൽ നിന്നും അതുപോലെ വിശ്വശ്രീയിലെ ട്രെയിനിങ്ങിൽ നിന്നുമാണ്. നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം, ഒരു സ്റ്റുഡന്റിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു, പിന്നീട് അവരെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയുള്ള ഒരു അപ്രോച്ച് ആയിരുന്നേ ഇല്ല സാറിന്റെ അടുത്തുനിന്ന് കിട്ടിയിരുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനൊക്കെ നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അതായത് പുതിയ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ പോളിസികളെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നത് ആ ഒരു ടെർമിനോളജി ഒക്കെ വരുന്നതിന് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന വിശ്വശ്രീയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇത്തരത്തിലുള്ള ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പ്രാവർത്തികമാക്കിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു വിശ്വശ്രീയ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ടോംസ് കോളേജ്. എന്തായാലും ഒത്തിരി സന്തോഷം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിട്ട് ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉയരും എന്നതിനെ പറ്റി ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് യാതൊരു സംശയവുമില്ല. ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നന്ദി, നമസ്കാരം.